നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിൽ ഒരു നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് അഭൂതപൂർവമായ വികസന മുന്നേറ്റങ്ങൾക്കാണ്. നാടിൻ്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സർക്കാർ വിവിധ വകുപ്പുകളിലൂടെ നടപ്പാക്കിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ മഞ്ചേശ്വരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കുകയാണ്. കേരളത്തിൻ്റെ അത്യുത്തര ഭാഗം ഭാഷകളുടെയും കലകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പങ്കിടുന്നൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. എൻ്റെ മണ്ഡലത്തിന് എല്ലാ കാലത്തും കേരളത്തെപ്പോലെ, തെക്കൻ കേരളത്തെപ്പോലെ, മധ്യ കേരളത്തെപ്പോലെ വികസനം പ്രാപിച്ചിട്ടില്ല എന്നൊരു പരാതി എപ്പോഴും എന്നും നിലനിൽക്കുന്നുണ്ട്. ആ പരാതിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ സ്വന്തം വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ഒരാശയമായിരുന്നു 2016 സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതി. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ വേഗതയിൽ മഞ്ചേശ്വരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ആക്കം കൂട്ടാൻ കഴിഞ്ഞത് 2016 കേരളത്തിന് സമർപ്പിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയിലൂടെയാണ് എന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. മഞ്ചേശ്വരത്തിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുകയാണ് പുതിയ റെയിൽവേ മേൽപ്പാലങ്ങൾ. കിഫ്ബിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മഞ്ചേശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജിന് 40 കോടി, അതോടൊപ്പം വസങ്കടിയിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് ഒരു 41 കോടി. ഈ 81 കോടി എൻ്റെ മണ്ഡലത്തിലെ 2 ഓവർബ്രിഡ്ജിന് ലഭിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ടെൻഡറൊക്കെ പൂർത്തിയായി അവസാന ഘട്ടത്തിലാണ് വർക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അത്യാവശ്യം കലാലയങ്ങളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, രോഗിയെ കൊണ്ടുപോകുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് അരമണിക്കൂറൊക്കെ റെയിൽവേ ഗേറ്റ് കാരണം കുടുങ്ങിക്കിടക്കുന്ന വലിയ ഒരു ടെൻഷനാണ് മഞ്ചേശ്വരത്ത് കിഫ്ബിയുടെ 81 കോടിയുടെ 2 പദ്ധതികളിലൂടെ നമുക്ക് ഗുണം ലഭിക്കുന്നത്. മാത്രമല്ല, ഇനിയും ചെറുതും വലുതുമായ ഒരുപാട് പദ്ധതികൾ മഞ്ചേശ്വരത്തിന് കിഫ്ബിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. മലയോര മേഖലയുടെ വികസനത്തിന് കുതിപ്പേകിക്കൊണ്ട് മലയോര ഹൈവേയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നു. നന്താരപ്പടവ് മുതൽ ചേവാർ വരെയുള്ള ഭാഗം 54 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. ചേവാർ മുതൽ എടപ്പറമ്പ വരെയുള്ള ഭാഗത്തിൻ്റെ നവീകരണത്തിനായി 86 കോടിയിലധികം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഈ പാതകൾ മഞ്ചേശ്വരം ഉൾപ്പെടുന്ന കാസർഗോഡ് ജില്ലയുടെ യാത്രാ സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകും. നമുക്ക് സന്തോഷിക്കാം. അത് നമ്മുടെ കേരളത്തിലാണ്. LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിൽ കേരളത്തിലെ 13 ജില്ലകളിലൂടെ മലയോര ഹൈവേ വികസനം അതിവേഗം പുരോഗമിക്കുകയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ 1251 കിലോമീറ്റർ ദൂരത്തിൽ 3500 കോടി രൂപ ചെലവഴിച്ചാണ് മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന മലയോര മേഖലയുടെ വികസനത്തിൽ വലിയ കുതിപ്പ് സൃഷ്ടിച്ചുകൊണ്ടാണ് മലയോര ഹൈവേ വികസനം പുരോഗമിക്കുന്നത്. ഇടുങ്ങിയ പാതകൾ മനോഹരമായ വീതിയുള്ള ഡിസൈൻ ആധുനിക പാതകളായി മാറുന്നത് ഇതിനകം തന്നെ നമ്മുടെ മലയോര മേഖലയുടെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 149.175 കിലോമീറ്റർ മലയോര ഹൈവേ പ്രവൃത്തി ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. 296.09 കിലോമീറ്റർ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്.
488.63 കിലോമീറ്റർ മലയോര ഹൈവേ പദ്ധതി ടെൻഡർ നടപടികളിലാണ്. ഇതൊരു മാറ്റമാണ്. ആ മാറ്റത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. മുൻകാലങ്ങളിൽ 2021 മുമ്പേ അന്നത്തെ നമ്മളിന്ന് വിട പറഞ്ഞു പോയ PV അബ്ദുൾ റസാഖ് MLA ആയ ഒരു കാലത്ത് 55 കോടി ആദ്യം ലഭിച്ചു. അതിനുശേഷം ഒരു 84 കോടിയുടെ ഫണ്ട് ലഭിച്ചു. വളരെ മനോഹരമായ അതിശയിപ്പിക്കുന്ന മലയോര മേഖലയിൽ 2 റോഡുകളാണ് നമുക്ക് ലഭിച്ചത്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മംഗൽപാടി താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ കെട്ടിട നിർമ്മാണത്തിനുമായി 16 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കും. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനം മഞ്ചേശ്വരം മണ്ഡലത്തിന് ലഭിക്കുന്നു. കോവിഡ് കാലം, ലോകത്ത് കോവിഡിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അതിർത്തിയെക്കുറിച്ച് എഴുതാതെ ലോകത്തിൻ്റെ ചരിത്രം പൂർത്തിയാവില്ല. കേരളത്തിൽ ആദ്യമായി കോവിഡിലല്ല ഒരാൾ മരിച്ചു പോകുന്നത്. അതിർത്തി കർണാടക ഗവൺമെൻറ് അടച്ചപ്പോൾ 14 പേരാണ് അതിർത്തിയിൽ പിടഞ്ഞു മരിച്ചത്. അന്ന് മഞ്ചേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ, കാസർഗോഡും മഞ്ചേശ്വരവും ഒക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം ആരോഗ്യരംഗത്ത് സ്വയം പര്യാപ്തതയായിരുന്നു. അന്നാണ് മഞ്ചേശ്വരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് 14 കോടി രൂപയുടെ ഒരു പുതിയ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയുള്ള കിഫ്ബിയിൽ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ പ്രഖ്യാപനമുണ്ടാകുന്നതും ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം മൂലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതി തീർച്ചയായും മഞ്ചേശ്വരത്തെ ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു 14 കോടിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. തീരദേശ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കടലാക്രമണ ഭീഷണി ലഘൂകരിക്കുന്നതിനും ഫിഷറീസ് വകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. 72 കോടിയിലധികം രൂപയുടെ തീരസംരക്ഷണ പദ്ധതികൾ കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾക്ക് ആശ്വാസമാകും. ഇത് മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നു. മത്സ്യബന്ധന മേഖലയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പദ്ധതികൾ നടപ്പാക്കുന്നു. ഫിഷറീസ് വകുപ്പിന് കീഴിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി ആദ്യഘട്ടത്തിൽ ഏകദേശം 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഭാവി തലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കുന്ന ബൃഹത് പദ്ധതികളുടെ ഗുണഫലം മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ലഭിക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലേക്കും കൃത്യമായ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് 1 കോടി, 3 കോടി, 5 കോടി വീതം എല്ലാ വിദ്യാലയങ്ങളിലേക്കും ലഭിച്ചപ്പോൾ വലിയ രീതിയിൽ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാലയങ്ങൾ ഹൈടെക്കിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിവിധ ഘട്ടങ്ങളിലായി 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെയും മറ്റ് ഏജൻസികളിലൂടെയും വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത്. ഇത് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പഠന നിലവാരം ഉയർത്താനും സഹായിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും മികച്ച ഗവൺമെൻറ് കോളേജാണ് രാഷ്ട്രകവി ഗോവിന്ദ പൈ മെമ്മോറിയബിൾ മഞ്ചേശ്വരം മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്. ആ കോളേജിൽ ധാരാളം അടിസ്ഥാന വികസന രംഗത്ത് വലിയ രീതിയിലുള്ള ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. ആ ക്യാമ്പസിലേക്ക്, കോളേജിലേക്ക് മികച്ചൊരു ഹോസ്റ്റലും അതോടൊപ്പം രാഷ്ട്രകവി ഗോവിന്ദ പൈ കോളേജിൻ്റെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു ഹൈടെക് ലൈബ്രറി സമർപ്പിക്കാൻ വേണ്ടി 5.50 കോടി ആ ക്യാമ്പസിലേക്ക് കിട്ടി. അതിൻ്റെ പൂർത്തിയായി അത് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിൽ ആ ഗവൺമെൻറ് കോളേജിൻ്റെ മുന്നേറ്റത്തിന് ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്.
മാറുന്ന ലോകത്തിനനുസരിച്ച് യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വഴി നടപ്പാക്കുന്ന വർക്ക് നിയർ ഹോം പോലുള്ള പദ്ധതികൾ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ യുവതീ-യുവാക്കൾക്ക് മികച്ച തൊഴിൽ സാധ്യതകൾ നൽകും. ഇതിനായി 27 കോടിയിലധികം രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇനിയും ചെറുതും വലുതുമായ ഒരുപാട് പദ്ധതികൾ മഞ്ചേശ്വരത്തിന് കിഫ്ബിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2016 കേരളം എല്ലാ കാലത്തും ഇന്ത്യക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റേറ്റാണ്. ശുചിത്വ രംഗത്ത്, ആരോഗ്യരംഗത്ത് IT വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി IT സ്റ്റേറ്റായി പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റാണ്. ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായി വലിയ രീതിയിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ആ പ്രയാസത്തിന് പല രീതിയിലുള്ള അവഗണനകൾ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയിലൂടെ നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയപരമായി നമുക്ക് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും കിഫ്ബി പല മണ്ഡലങ്ങളുടെയും കാലങ്ങളായുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കിഫ്ബിയുടെ വലിയ ഒരു നേട്ടമായി കരുതുകയാണ്. തീർച്ചയായും മികച്ച ഒരുപാട് പദ്ധതികൾ ചെറുതും വലുതുമായി എൻ്റെ മണ്ഡലത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. സമയക്കുറവുമല്ല, ഞാനത് മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചില പ്രധാനപ്പെട്ട പദ്ധതികളാണ് എടുത്തു പറഞ്ഞത്. കിഫ്ബി തീർച്ചയായും ഒരനുഗ്രഹമായി ഈ മേഖലയിൽ ലഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. മഞ്ചേശ്വരത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, റെയിൽവേ ഓർബിറ്റുകളുടെ കാര്യത്തിൽ, ഹിൽ ഹൈവേയുടെ കാര്യത്തിലൊക്കെ മികച്ച പദ്ധതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, തീരസംരക്ഷണം, നൈപുണ്യ വികസനം തുടങ്ങി സമസ്ത മേഖലകളിലും വ്യത്യസ്തമായ ദിശാബോധത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേശ്വരത്ത് നടപ്പാക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ മഞ്ചേശ്വരം വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങളിലെത്തും. കേരളത്തിൻ്റെ ഹരിതഹൃദയമായ ഇടുക്കി ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളുടെ തലയെടുപ്പോടെ നിലകൊള്ളുന്ന നാടാണ് ഉടുമ്പൻചോല. ഏലവും തേയിലയും വിളയുന്ന കഠിനാധ്വാനികളായ കർഷകരുടെ ഈ മണ്ണ് പ്രകൃതി സൗന്ദര്യത്തിനൊപ്പം ഇന്ന് വികസനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ്. വികസന മുന്നേറ്റങ്ങൾക്ക് ഊർജം പകരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കിഫ്ബി എന്ന ആശയം. കിഫ്ബിയുടെ പിറവിയെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഉടുമ്പൻചോല MLA MM മണി സംസാരിക്കുന്നു. ഒന്നാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി സ്വീകരിച്ച സാമ്പത്തിക രാഷ്ട്രീയ വികസന നയം കാഴ്ചപ്പാടുമാണ് നടപ്പിലാക്കിയത്. അതിന് ധനസമാഹരണ മാർഗം നിത്യനിദാന വരുമാനം കൊണ്ട്, പരിമിതമായ വരുമാനം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് നാനാരംഗത്തും വികസന പ്രവർത്തനം മുന്നോട്ട് നടത്താൻ കഴിയില്ല എന്ന ആശയമുള്ളതുകൊണ്ടാണ് അന്ന് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ച കിഫ്ബി വഴിയുള്ള ധനസമാഹരണ മാർഗം എന്ന് വളരെ വ്യക്തമാണ്. അത് ഫലപ്രദമായി ആ വികസന നയം കാഴ്ചപ്പാട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ രണ്ടാം നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റും വികസന രംഗത്ത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത്, പൊതുജനാരോഗ്യ രംഗത്ത്, വികസന രംഗത്ത്, റോഡ് നിർമ്മാണ രംഗത്ത്, PWDയുടെ പ്രവർത്തന രംഗത്ത്, സമസ്ത മേഖലയിലും സ്വാധീനം ചെലുത്താൻ ആ വികസന കാഴ്ചപ്പാടിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് ആണ് ഈ കാഴ്ചപ്പാട് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഗവൺമെൻറ്റിന് വേണ്ടി അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തത്. അത് ഫലപ്രദമായിരുന്നു ആ കാഴ്ചപ്പാടെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതേ നയം തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഈ കിബി വഴിയുള്ള ധനസമാഹരണം എന്തുകൊണ്ട് സ്വീകരിച്ചു? സംസ്ഥാനത്തെ ദൈനംദിന വരുമാനം എന്ന് പറയുന്നത് പരിമിതമാണ്. അത് നിത്യനിദാന ചെലവിന് പോലും കക്ഷികയാണ്, തികയില്ല. അപ്പം സംസ്ഥാനത്തിൻ്റെ സമസ്ത പുരോഗതിക്ക് പണം കണ്ടെത്തേണ്ട അനിവാര്യമാണ്. അത് വികസന രംഗം, റോഡ് നിർമ്മാണം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ അതോടൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടക്കണമെങ്കിൽ അതിനുള്ള പണം കണ്ടെത്തണം, ധനസമാഹരണം നടക്കണമെന്ന പ്രശ്നം അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് മുമ്പാകെ വന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ ഗവൺമെൻറ്, ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, അന്നത്തെ ധനകാര്യ വകുപ്പ്, അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തോമസ് ഐസക് ഈ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വച്ചതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ, അന്ന് ഗവൺമെൻറ് അംഗീകരിച്ച നയമാണ് ഇത്. കിബി വഴിയുള്ള ധനസമാഹരണം, ആ പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഉപയോഗിക്കുക. അതോടൊപ്പം സാമ്പത്തിക ബാധ്യതകൾ വരുന്നത് പിന്നെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും ഗവൺമെൻറ്റിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ധനകാര്യ വകുപ്പിനും കഴിയും എന്ന കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്ത് വികസന രംഗത്ത്, PWD രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, പൊതുജനാരോഗ്യ രംഗത്ത് അങ്ങനെ സമസ്ത മേഖലയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഒരിക്കലും നടക്കാത്ത അത്ര വികസന മുന്നേറ്റമാണ് ഒന്നാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വരുന്ന രണ്ടാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും നടപ്പിലാക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കിഫ്ബിയുടെ പിന്തുണയോടെ ഉടുമ്പൻചോല മണ്ഡലത്തിലും നടപ്പാക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. മണ്ഡലത്തിലെ ഈ മുന്നേറ്റത്തെക്കുറിച്ച് MLA പറയുന്നു. ഇടുക്കി ജില്ലയിൽ ഒട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, സംസ്ഥാനത്താകെ നടന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലക്കാരനെന്ന നിലയിൽ ഞാൻ പ്രത്യേകം ഇടുക്കി ജില്ലയിലെ മെഡിക്കൽ കോളേജ്, പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുടക്കിയിരിക്കുന്ന സമ്പത്ത്, റോഡ് നിർമ്മാണ രംഗത്ത് ഇടുക്കി ജില്ലയിൽ 100 കണക്കിന് കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ എടുത്തു പറയാവുന്ന നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിരവധി റോഡുകളാണ് ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നതെന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിബി വഴിയുള്ള ധനസമാഹരണം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പം അതിനെതിരെ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷമെല്ലാം ഉന്നയിച്ചുവെങ്കിലും ആ വിമർശനം അസ്ഥാനത്താണെന്നും ഒരു ശരിയായ ധനസമാഹരണ മാർഗമാണ് കിബി വഴിയുള്ള ധനസമാഹരണ മാർഗമെന്നും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സമസ്ത രംഗത്തും ഈ ധനസമാഹരണ മാർഗം പിന്നെ വികസന മുന്നേറ്റം സംഘടിപ്പിക്കുന്നതിന്, പുരോഗതി ആർജിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അനുഭവം. അതാം ഇടുക്കി ജില്ലയിൽ തന്നെ നിരവധി റോഡുകളാണ് നിർമ്മിച്ചത്. ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിലെത്തിച്ച് തുടക്കം കുറിച്ചു. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പുതിയ കോളേജുകൾ, റോഡുകളാണെങ്കിൽ നിരവധി റോഡുകളാണ് ഈ സംസ്ഥാനത്ത്, ഈ ജില്ലയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ PWDയും പിന്നെ മറ്റു ധനസമാഹരണ മാർഗം ഉപയോഗിച്ചുള്ള റോഡുകളും നിരവധി കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ എൻ്റെ മണ്ഡലത്തിൽ തന്നെ 100 കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. ഉടുമ്പൻചോല 2ാം മൈൽ റോഡ്, ചെമ്മണ്ണാർ ക്യാപ്പ് റോഡ്, കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡ്, ഇടുക്കി മെഡിക്കൽ കോളേജ്, നെടുങ്കണ്ടം സ്റ്റേഡിയം, 2 സ്റ്റേഡിയം, ഇപ്പോൾ പഞ്ചായത്ത് സ്റ്റേഡിയം 10 കോടി മുടക്കി 40 കോടിയുടെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാൻ പോകുന്നു. ജില്ലാ ആശുപത്രി ഇവിടെ നെടുങ്കണ്ടത്ത് സ്ഥാപിക്കാൻ പോകുന്നു. അതിനുള്ള നിർമ്മാണ പ്രവർത്തനം, ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ സർക്കാർ കോളേജ്, ഒരു പുതിയ കോളേജ്, ഗവൺമെൻറ് കോളേജ് അനുവദിക്കപ്പെട്ടു. പൂപ്പാറ ഗവൺമെൻറ് കോളേജ്, അതിൻ്റെ പ്രവർത്തനത്തിനുള്ള ധനസമാഹരണം കണ്ടു. ഇതുകൂടാതെ ഉടുമ്പൻചോലയിലെ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ലക്ഷ്യം വെച്ചുള്ള ഭൂമി
ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരാശുപത്രിയായി തുടങ്ങണം ഇപ്പോൾ, എന്നിട്ട് അത് പരിവർത്തനം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന നിലയിലെല്ലാമാണ് കാണുന്നത്. അത് ഈ രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഈ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വികസന കാഴ്ചപ്പാടാണ്, അതിനുള്ള ധനസമാഹരണ മാർഗമാണ് കിഫ്ബി എന്ന് പറയുന്ന ധനസമാഹരണ മാർഗം. അത് ഫലപ്രദമാണ്, വിജയപ്രദമാണെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ കൊണ്ട് ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പ്രവർത്തനം മുതൽ ഇപ്പോൾ തൊഴിൽഭരണം ലഭ്യമാക്കാൻ ഇടയായ സാഹചര്യം മുതൽ ഇപ്പോഴത്തെ അനുഭവങ്ങളും അത് ഫലപ്രദമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആരോഗ്യരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. ഈ ബൃഹത് പദ്ധതിയുടെ ഭാഗമായി പുതിയ കെട്ടിട സമുച്ചയങ്ങൾ, കൂടുതൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ, അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, മെച്ചപ്പെട്ട ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാകും. ഒപ്പം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനം ഉടുമ്പൻചോല മണ്ഡലത്തിനും ലഭിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സർക്കാർ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളാവുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കൈറ്റ്, ഇൻകെൽ, ബാപ്കോസ് തുടങ്ങിയ വിവിധ ഏജൻസികൾ വഴി നടപ്പാക്കുന്ന ക്ലസ്റ്റർ പദ്ധതികളിലൂടെ 68 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. ഉടുമ്പൻചോല മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. നീതി നിർവഹണം വേഗത്തിലും കാര്യക്ഷമമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി നെടുങ്കണ്ടത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാവുകയാണ്. ഏകദേശം 33 കോടി രൂപ ചെലവഴിച്ചാണ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഈ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത്. ഇത് അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. കിഫ്ബിയുടെ പിന്തുണയോടെ നടപ്പാക്കുന്ന ഈ വലിയ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഉടുമ്പൻചോലയുടെ അടിസ്ഥാന സൗകര്യത്തിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടാകും. ഹൈറേഞ്ചിന്റെ വികസനത്തിൽ ഇത് നിർണായകമാകും. വികസന വീതിയിൽ വിജയ കേരളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു മണ്ഡലത്തിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.